ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ മറ്റേന്ന് എടുത്തിട്ടില്ല, അതൊന്നും കാണുന്നില്ല. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് മോഹൻദാൽ കള്ള് ഷാപ്പ്. അവിടെ ഫാമിലി ആയിട്ട് വരാം, ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഫാമിലി വന്ന് നല്ല രീതിയിൽ ഫുഡ് അടിച്ച് തിരിച്ചു പോകാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ കയറുമ്പം തന്നെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് ഒക്കെ ഫോട്ടോ എടുത്ത് ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ എഴുതി വെച്ച് ആ പേപ്പർ വെയിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ അതിനനുസരിച്ച് ഓർഡർ കൊണ്ടു തരും. നല്ല തിരക്കായതുകൊണ്ട് തന്നെ എത്രയും രാവിലെ പോകുന്നോ അത്രയും നല്ല രീതിയിൽ ഫുഡ് കിട്ടും. കപ്പ, പുയ്ക്ക്, പാൽക്കപ്പ, നെയ്പ്പത്തിരി, വെള്ളപ്പം, നൂൽപുട്ട്, പുട്ട്, തിരണ്ടിക്കറി, മീൻതോരൻ, താറാവ്, തലക്കറി, പോത്ത് റോസ്റ്റ്, ഏട്ടക്കറി, മാന്ത, കല്ലുമ്മക്കായ, ചെമ്മീൻ, കണ്ണ്. ഇതുപോലെ ലിസ്റ്റ് ആക്കിയിട്ട് ആ ചേട്ടന് കൊണ്ടു കൊടുക്കുക. ആ ചേട്ടൻ ആ ലിസ്റ്റ് എടുത്ത് പോയിട്ട് നമുക്ക് ഓർഡറിനനുസരിച്ച് സാധനം കൊണ്ടുതരും. ആ കൊടുത്ത പേപ്പർ വെച്ചിട്ടാണ് അവർ ബില്ലാക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കത്തില്ല. ആ ചേട്ടൻ ഞങ്ങൾ ആദ്യം കൊടുത്ത പേപ്പർ കൊണ്ട് കളഞ്ഞ് പിന്നെയും എഴുതി കൊടുത്ത്. കണ്ടില്ലേ, ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ ഫുഡ് അടിച്ച് ഇഷ്ടം പോലെയാണ് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ. നിങ്ങളിലേക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്ന് അല്ല, ഇതിന് മുന്നേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടേബിളിൽ നിറയെ സാധനങ്ങൾ വന്ന് അതിന് ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് കൈയിട്ട് വാരി അങ്ങനെ നമുക്ക് ഒരു സംതൃപ്തി കിട്ടും. അതെന്താണോ എന്തോ. ഇനിയും സാധനങ്ങൾ ഒരുപാട് വരാനുണ്ടായിരുന്നു. എല്ലാ സാധനവും ഒരുമിച്ച് വരാത്തത് നന്നായി, കാരണം ടേബിളിലൊക്കെ സ്ഥലമില്ല. നിങ്ങൾ കാണുന്നില്ലേ, വന്ന ഫുഡൊക്കെ നിമിഷ നേരം കൊണ്ട് തീരും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്റ്റാൻഡ് ബൈ ആയിട്ട് വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് തന്നെ ഇരുന്ന്. കാരണം ഇതിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനെങ്കിലും ഫുഡ് കിട്ടണ്ടേ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇതിലൊരാളെ പോലും നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അറിഞ്ഞും പുറഞ്ഞും കഴിക്കും. ഇവനൊക്കെ ഇത്രയും വലിയ വയറുണ്ടോയെന്ന് നമ്മൾ അതിശയിച്ചു പോകും, ഇൻക്ലൂഡഡ് മീ. ഞാൻ അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല ഫുഡിൻ്റെ കാര്യത്തിൽ. ഇഷ്ടപ്പെട്ട ഫുഡ് ലാവിഷായി കഴിക്കും. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. എന്നിട്ട് കുറ്റം പറയും. ഇഷ്ടപ്പെടില്ല കുറ്റം പറയണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഫുഡ് നമുക്ക് കിട്ടിയ ഫുഡൊക്കെ ടോട്ടൽ ഒരു ആവറേജ് ആയിരുന്നു. ഇതിന് മുന്നേ കഴിച്ചപ്പോൾ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. മറിച്ചിട കിട്ടില്ലടോ, ഫോട്ടോ എടുക്കണം. വീഡിയോ എന്റെ ഫോൺ വിളിച്ചോ. ഇത് വീഡിയോ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തോ. കല്ലുമ്മക്കായ, താറാവ്, പത്തല്. താറാവ് ഒന്നുകൊണ്ടല്ല, താറാവ് ഒന്നുകൊണ്ട് എങ്ങനെ വന്നേളൂ. താറാവൊന്നുകൊണ്ട് എനിക്ക് താറാവ് വേണോ? ഇതാ താറാവ് അറിയാണ്ട് താറാവ് ഇടില്ല. ബീഫല്ലേ? രണ്ട് ബീഫ് ഒരു തല കിട്ടി, ഒരു പാട്ട് പത്തല് വന്നിട്ടില്ല,
പുട്ട് വന്നിട്ടില്ല. ഞാനിവിടെ പിടിച്ച് ഇതേ ഇറക്കിണ്ടാവും. തണുത്ത വെള്ളം കൊടുത്ത ഓരോ പ്ലേറ്റ് കുടിക്കുന്നു. ഇത് പിടിച്ചാ ഐറ്റംസ് വേറെയും വന്നിട്ടുണ്ട്. എന്നാൽ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടത്തില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. പിന്നെ ഇതൊക്കെ കണ്ട് നമ്മളെ വിലയിരുത്തണ്ട. നമ്മളിങ്ങനെ ഇതാണ് നമുക്കിഷ്ടം. മറ്റുള്ളവരുടെ പത്രത്തെ കൈയിട്ട് വരി അതൊരു ഒരു ഒരു സുഖമാണ്. ആ സുഖം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ചിക്കൻ പച്ചാണ് ചിക്കൻ പച്ചാണ് എൻ്റെ ഇല്ല. ബീഫ് താറാവും ബീഫും ഇല്ല. എന്താ മോനെ ഏതാ ബ്യൂട്ടി? എന്തായാലും പിന്നെ വാങ്ങേണ്ടി വരും. ഏതായാലും പറഞ്ഞു രണ്ടു പറഞ്ഞു സാധനം കിട്ടുന്നില്ല. പക്ഷെ എല്ലാം ആ പ്ലേറ്റിൽ ഫുള്ള് 10 കടയായിരുന്നു. അതാ ഞാൻ അത് കുഴച്ച് അപ്പാടെടുത്തിട്ട് വേദല്ലോ. ഇതിൽ ആഡ് ചെയ്യാൻ ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട്. എന്നാൽ ആഡ് ചെയ്ത ഒരു സിനിമ പോലെ ഇപ്പോൾ അതുകൊണ്ട് നിർത്തട്ടെ. അയ്യോ ഇതെന്നെ പ്ലേറ്റ് ഇതെല്ലാം എടുത്തോ. മുമ്പിൽ തന്നെ എടുത്തോ. മുട്ട വിരിഞ്ഞ എന്നിട്ട് വേണമെങ്കിൽ കൊണ്ടുവരേ. ഒരു ഓർഡർ എടുത്താ ഇല്ല. ഓർഡർ എടുത്ത സാധനം അപ്പോൾ സ്ഥലം മറന്നു പോകണ്ട. മോഹൻദാൽ കള്ള് ഷാപ്പ്. എല്ലാവരും പോവുക, തിന്നു നോക്കുക, അഭിപ്രായം പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. സോ എല്ലാവരും നോക്കിയിരുന്നു. ഇപ്പം കിട്ടും ചേട്ടാ. ചിക്കൻ പൊരിഞ്ഞ ചേട്ടാ. ഈ സമയത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കി ഇവിടെ ഒരു ചിക്കൻ പൊരിഞ്ഞില്ല ചേട്ടാ. നമ്മൾ പറഞ്ഞോളേ ഇല്ല. നമ്മളൊന്ന് ചൂണ്ടിയിട്ട് പിടിക്കും. അമ്മ കിട്ടിയില്ല. ആ ഗ്യാപ്പിനെ ചോദിച്ചു മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് ബീഫില്ലാതെ ബീഫ് എല്ലാം കൂടി അപ്പഴേ ഇവർ തന്നെയാ കാണാൻ നടക്കുന്നത്. ബാക്കി ചിക്കൻ ഇപ്പോൾ പറഞ്ഞ കമൻസൊക്കെ ജസ്റ്റ് ഫോർ ഫണ്ണാണ് കേട്ടോ. ഇതൊക്കെ ഇല്ലാതെ എന്ത് രസം. പിന്നെ ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് പേഴ്സണൽ തിങ്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി പറഞ്ഞും കളിയാക്കിയും ചിരിച്ചും കളിച്ചും സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞതേയില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ഇത് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, എന്നാലും കാണുന്നവർ ഒന്ന് സഹിച്ച് കാണുക, അത്രേ പറയുള്ളൂ. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഓക്കേ.